എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി ചെമ്മീൻ വടയുടെ റെസിപ്പി നോക്കാം. ഈ റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പം അമ്മ ഇതുപോലെ ഗസ്റ്റ് വീട്ടിൽ വന്നപ്പോൾ തയ്യാറാക്കിയ ഒരു ചെമ്മീൻ വടയുണ്ട്. എൻ്റെ പൊന്നോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അധികം താമസിയാതെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചെമ്മീൻ വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. സവാളയെക്കാട്ടിലും ഏറ്റവും അടിപൊളി ചെറിയ ഉള്ളിയാണ്. 20 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വേണം. അതുപോലെ 5 അല്ലി വെളുത്തുള്ളി, പിന്നെ 250 ഗ്രാം കൊഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ ചെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരയ്ക്കരുത്, ചതച്ചാണ് എടുക്കേണ്ടത്. എല്ലാം ഒരുമിച്ചിട്ട് അരച്ചാൽ ഇത് ലൂസായി പോവും. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് ചതച്ച് വെക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എത്ര തന്നെ ഇട്ടാലും അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം അല്ലാന്നുണ്ടെങ്കിൽ വലിയ ജീരകം എന്ന് പറയും, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പച്ചക്കാണ് നമ്മൾ പെരിഞ്ജീരകം ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പൊടിച്ച് എടുക്കണം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് നമ്മൾ പൊടിച്ച പെരിഞ്ജീരകവും കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഒരുപാട് അരഞ്ഞു പോയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചാണ് എടുത്തിട്ടുള്ളത്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് കൂടാതെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ ആദ്യം 1 ടീസ്പൂൺ ചേർത്തിട്ട് വീണ്ടും 1 ടീസ്പൂൺ കൂടി ചേർത്തു. മൊത്തത്തിൽ 2 ടീസ്പൂണാണ് വേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഏകദേശം ഒരു 1/2 ടീസ്പൂണിന് മേലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മളിതിൽ വെള്ളമോ മറ്റൊന്നും തന്നെ ചേർത്തിട്ടില്ല. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വടയുടെ ഷേപ്പിലാക്കി എടുക്കാം. വടയുടെ ഷേപ്പിലാക്കുമ്പോൾ 2 കൈയിലും കുറച്ച് എണ്ണ തടവിയിട്ട് ഷേപ്പ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് ഉരുട്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ വടയുടെ സൈസ് നിങ്ങൾക്ക് തീരുമാനിക്കാം. വളരെ തിന്നായിട്ട് പരത്താം, വലുതായിട്ടൊക്കെ പരത്താവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഡീപ്പ് ഫ്രൈയോ അല്ലാന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാം. നമ്മളിവിടെ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് കുറച്ച് എണ്ണയിലിട്ട് തിരിച്ചു മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പം നമ്മൾ ഇത് കുറഞ്ഞ തീയിലിട്ട് അടച്ചു വെച്ചൊക്കെ വേവിച്ചിട്ട് വേണം ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ചെമ്മീൻ വേവാനായിട്ട് അധിക സമയമൊന്നും വേണ്ടി വരില്ല. എങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള ഐറ്റംസൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സമയമെടുത്ത് തന്നെ ഇത് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കുറഞ്ഞ തീയിലിട്ട് നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചു വിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ വട ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മണമാണ്. ആ പെരിഞ്ജീരകത്തിൻ്റെയും കുരുമുളകും അതുപോലെ കറിവേപ്പിലയുടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ ചെറിയ ഉള്ളി. ഇത് ഏത് സൈസിലുള്ള ചെമ്മീനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വളരെ പൊടിയായിട്ടുള്ള ചെമ്മീനിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്